എല്ലാത്തിനും കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂട്യൂബർ തൊപ്പിക്കെതിരായ സൈബർ കേസിൽ തൊപ്പിയുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ശ്രമം. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. നേരത്തെ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്ന തൊപ്പി കേസിൽ പെട്ടതോടെ ജില്ല വിട്ടു എന്നാണ് സംശയിക്കുന്നത്. അപ്പൊ ഇവനെ പോക്കാനാ പോലീസ് വരണേ? എന്നാ ഒളിവി പോണേനക്കാ ഓടിയെ കൂടി ചെല്ല്, പിന്നെ ഒളിവി പോകേണ്ട വരില്ല, അവന്മാർ പിടിച്ച് അകത്തിട്ടോളൂ. തൊപ്പിക്കും സംഘത്തിനുമെതിരെ കേസെടുത്തു. തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ പൂട്ടി. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. സാർ, ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണം. നിനക്ക് കരുതി വെച്ച ശിക്ഷയിൽ ഇത് എത്രയോ നിസ്സാരം. പക്ഷേ ഇതുവരെ ഈ തൊപ്പിയും സംഘവും എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു എത്തും പിടിയും പോലീസിനില്ല. ആ കള്ള മീശമാധവനെയും കൂട്ടുകാരൻ ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് 4 ചാമ്പിയാമ്പ്. ഇവർ എറണാകുളത്ത് നിന്ന് മുങ്ങിയിരിക്കുകയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇതുകൂടി കുറിച്ചോ അതിവിദഗ്ധമായ രീതിയിൽ തുരപ്പം കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്ന് മൂരിപ്പോയെന്ന്. തൊപ്പിയും സംഘവും ഇപ്പോ ചോദ്യം ചെയ്യലിനൊന്നും വന്നിട്ടില്ല. അതിനിടയിലാണ് എവിടെയോ ഒളിവിലിരുന്ന് തൊപ്പി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. സമൂഹത്തിലെ ഉന്നതന്മാരുമായിട്ടുള്ള ചങ്ങാത്തത്തിലൂടെയും തന്ത്രശാലികളായ അനുയായികളുടെ സഹായത്തോടെയും പോലീസിന്റെ സകല നീക്കങ്ങളും അവൻ നേരത്തെ മനസ്സിലാക്കുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തനിക്ക് ജാമ്യം നൽകണമെന്നും ഈ കേസുമായി തനിക്കൊരു ബന്ധവുമില്ല എന്നുമൊക്കെ പറയുന്നു. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അതിനെ എതിർത്ത് പോലീസും ഈ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരത്തി വെച്ചൊന്ന് നോക്കി. തൊപ്പിക്ക് എതിരെയുള്ള ഇപ്പോഴുള്ള കേസ് ഈ അശ്ലീല ദൃശ്യം സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? യൂട്യൂബ് ചാനലിലൂടെ അത് പ്രചരിപ്പിച്ചുവെന്നും ആ ചാനലിലൂടെ പലതും കണ്ടുവെന്നും പലതും പുറത്തു വന്നുവെന്നും ഒക്കെ പറഞ്ഞാണ് ഈ വലിയ പരാതികൾ ഉയർന്നത്. ഈ ഫയൽ നോക്കിയേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. അതിലൊക്കെ പക്ഷേ അന്വേഷണം നടത്താൻ ഇവരെ ഒന്ന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ വിളിപ്പിക്കാനോ പോലീസിന് പറ്റിയിട്ടില്ല. ഇതൊക്കെ ജാമ്യമില്ലാ വകുപ്പാണ് തൊപ്പിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 3 വർഷം ജയിലഴിയെണ്ണാനുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. അനിയാ പോട്ടെ, അമ്പി പോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.